ഞാൻ എന്റെ യാത്രയിൽ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എന്നെ കൂടുതൽ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അല്ലെങ്കിൽ അനിയത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ ഒന്നുകൊണ്ട് ശോഭമ്മ എന്ന് വിളിക്കുന്ന നൂറുകണക്കിന് കുട്ടികൾ എനിക്ക് ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ എന്നെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുമ്പോൾ നൽകുന്ന ഓരോ ഷാളുകളും ഇന്ന് ഞാൻ എത്രയാണോ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, എത്രയാണോ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, എത്രയാണോ ദേശീയ ലീഡർഷിപ്പ് പറയുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചാർജ് ഏറ്റെടുത്തുകൊണ്ട് എന്തെല്ലാം പ്രവൃത്തിയാണോ ചെയ്യാൻ ദേശീയ ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, 12 സ്ത്രീകൾ ഒരാളായി നിന്നുകൊണ്ട് കഴിഞ്ഞ 6.5 മാസം കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിയും കൂട്ടും. നമ്മുടെ വികസനത്തിന്റെ അജണ്ട നിങ്ങൾ ഞാനുമായിട്ട് ചർച്ച ചെയ്യാം. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആളുകൾ എന്നോട് പറയണം, ശോഭ, ഈ കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇതാണ് നമുക്ക് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി ആവശ്യമുള്ളത്, ഇതാണ് ഞങ്ങളുടെ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന ഒരു സാധാരണ തൊഴിലാളി മുതൽ പച്ചക്കറി മാർക്കറ്റിലെ ജോലി ചെയ്യുന്ന, ചുമട്ട് ജോലി ചെയ്യുന്ന, അത്യധ്വാനം ചെയ്യുന്ന ഒരു സഹോദരൻ മുതൽ നിങ്ങളുടെ ഒരുപക്ഷെ മരുന്ന് കമ്പനികളെ നടത്തിക്കൊണ്ടുപോകുന്ന അല്ലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം.